ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഫോട്ടോ ഷൂട്ടാണ്. ഇന്ന് ഡിസംബർ 31. നല്ല ക്രൗഡും ആയിരിക്കും. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതും എക്സൈറ്റ്മെൻ്റ് ആണ്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ വെൽക്കം ടു മണ്ണുത്തി. അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മുടെ കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ സൈഡിലുള്ള വഴി കൂടെ, ആ വാക്കുകൂടെ, ആ റോട്ടിൽ കൂടിയാണ്. അപ്പോൾ തേവര വഴി വന്നിട്ട് ആ വഴി നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ആ വഴി നേരെ ചെന്ന് നമ്മൾ ഹാർബർ പാലം വഴി കയറിയിട്ടാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ വഴി തന്നെയാണ് പോയത്. അപ്പോൾ 31 ആയതുകൊണ്ട് നല്ല തിരക്കും ക്രൗഡൊക്കെ ആയിരിക്കും, റോഡിൽ നല്ല തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ യാതൊരു തിരക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മട്ടാഞ്ചേരിയുടെ അതിൽ പോകാമെന്ന് ഓർത്തു. ഇനി ഇപ്പോഴത്തെ സൈഡ് വഴി പോയാലും നല്ല ബ്ലോക്ക് ആണെങ്കിലോ എന്ന് ഓർത്ത് നമ്മൾ മട്ടാഞ്ചേരി കൂടി എൻട്രി ചെയ്തിട്ട് അവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മളിങ്ങനെ പോകെ ഇവിടെ പപ്പാഞ്ഞി കളികളും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവൻ്റെ വീട് കണ്ടുപിടിച്ചിട്ട് അവരുടെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടന്ന് പോരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ പോരുമ്പോഴേക്കും വഴി തെറ്റിപ്പോട്ടോ. ഇപ്പം നമ്മൾ ഈ കയറുന്ന വഴി നൈസായിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നു. അവിടെ നിന്ന് വേറൊരു ഇടവഴി കയറിയിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ നേരെ നമ്മൾ പോരുമ്പോഴേക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം നമ്മുടെ വെള്ളി ഗ്രൗണ്ടിലോട്ട് പപ്പാഞ്ഞിനെ കത്തിക്കുന്നത് കാണാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. വണ്ടികളൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ബാരിക്കേഡ് വെച്ചിട്ട് പോലീസ് അതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകം മാത്രമേ വണ്ടികൾ വെക്കാൻ പറ്റത്തുണ്ടായിരുള്ളൂ. അപ്പോൾ നമ്മളുടെ വണ്ടി വെച്ചിട്ട് ബാക്കി എല്ലാവരും നടന്ന് തന്നെയാണ് പോയിരുന്നത്. അപ്പോൾ കൂടുതൽ വണ്ടികൾ കയറിയാലും ബ്ലോക്ക് വരുമല്ലോ. അപ്പോൾ ആ ഒരു നിയന്ത്രണം എന്തായാലും നന്നായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. നമ്മൾ വെളി ഗ്രൗണ്ടല്ല, വെളി ഗ്രൗണ്ട് അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ അത് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയം, അതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ, ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെയും ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു നല്ലൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അങ്ങോട്ട് ഒന്ന് കയറിയതാണ്. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ വലിയ ക്രൗഡോ കാര്യങ്ങളോ തിരക്കൊന്നുമില്ല കേട്ടോ. കൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിരക്കൊന്നുമില്ല. കുറച്ച് പിള്ളേരൊക്കെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടർഫ്ലൈസ് അങ്ങനത്തെ കുറച്ച് ലൈറ്റ് വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടി വന്നിട്ട് അവനെ കണ്ടുപിടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോഴേക്കും അവൻ്റെ ഫോൺ കോൾ വന്നിരുന്നു. അപ്പോൾ ഇനി അവനെ കണ്ടുപിടിക്കാനായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അവനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതാണ്. കുറേ നേരം അവനെ കണ്ടുപിടിക്കാനായിട്ട് കുറേ നേരം അവനെ വിളിക്കുന്നു. റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം അവനെ വിളിച്ചിട്ട് കട്ടായി പോകുമായിരുന്നു കേട്ടോ. ഈ നടന്നു പോകണവനാണ് നമ്മുടെ കഥാപാത്രം. അപ്പോൾ ഇവന് നമ്മൾ ലൈവ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ ലൊക്കേഷൻ വെച്ചിട്ട് ഞങ്ങളെ കണ്ടുപിടിക്കാൻ നോക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ നടന്ന് പോകുന്നു. അവൻ കണ്ടില്ല. അപ്പോൾ അവൻ്റെ പുറകെ നമ്മൾ പോയിട്ട് അവനെ കണ്ടുപിടിക്കാൻ ഓർത്തിട്ടോ. അപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പുറകിലാണ് നമ്മൾ. അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് അവൻ. അപ്പോൾ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവൻ്റെ പേരാണ് പീറ്റർ എബ്രഹാം. മറ്റേ ഫ്രണ്ടാണ് സരുൺ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഇല്ലിക്കക്കാല് വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ കിടിലൻ ബിരിയാണി കഴിക്കുന്ന സ്ഥലത്താണ്. ഫോട്ടോ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ബെസ്റ്റ് ആയിട്ടും കയറുന്ന ഒരു കടയാണിത്. കടയുടെ പേരെന്താണ് അറിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഊട്ടുപുരയിൽ വന്നു. ഊട്ടുപുരയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്നാണ് നമുക്ക് വെള്ളി ഗ്രൗണ്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് വന്ന് നേരെ വെള്ളി ഗ്രൗണ്ടിൻ്റെ എൻട്രൻസിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ പപ്പായയൊക്കെ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പപ്പായനെയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ വെള്ളി ഗ്രൗണ്ടിൻ്റെ എൻട്രൻസിലോട്ട് ഇപ്പോൾ ചെന്നു. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഇത് കുഴപ്പമില്ല, വലിയ ക്രൗഡായിട്ട് തോന്നുന്നുണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ. പക്ഷേ 30-ാം തീയതി ഒക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഡബിളായിരുന്നു 30-ാം തീയതിയിലൊക്കെ തിരക്ക്. അപ്പോൾ 31-ാം തീയതി വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും പല പല സ്ഥലങ്ങളിൽ പപ്പാഞ്ഞി കത്തിക്കലുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്പ്ലിറ്റായി പോയതുകൊണ്ടായിരിക്കാം ഫോട്ടോ വെച്ചിട്ട് നമുക്ക് കുറച്ച് തിരക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കാണുമ്പോൾ നല്ല ക്രൗഡ് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ആ ഒരു ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം
അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ഇയറിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. എല്ലാം കൊണ്ടും നമുക്ക് വലിയ ക്രൗഡായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ ട്രീ ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ അവിടെ എത്തണമെങ്കിലും ഈ പറയുന്ന തിരക്കിൻ്റെ ഇടയിൽ കൂടി വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ പിള്ളേരുടെ ആഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. അവിടെ ഫുൾ പാർട്ടി വൈബ് പാട്ടൊക്കെ വെച്ച് സെറ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രീയുടെ അവിടെയും DJയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തും ഉണ്ടായിരുന്നു. എൻട്രൻസ് കയറുന്ന അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ ഇവിടം തൊട്ടേ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഡാൻസ് പരിപാടി അടിച്ച് പൊളിക്കണ പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മളും നേരെ ട്രീയുടെ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്രൗഡിൽ നിൽക്കുമ്പോഴും ആ എനർജറ്റിക് പിള്ളേരുടെ പെർഫോമൻസ് കാണുമ്പോഴും നമ്മളും എനർജി ആയിട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള വ്യൂസും നമ്മുടെ ട്രീയുടെ അടുത്ത് DJയും കാര്യങ്ങളും വഴിയിലെ ഫോട്ടോച്ച് വൈബും എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക ഗൈസ്. പക്ഷെ എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ കൊച്ചിക്കാര് എല്ലാം മറക്കുന്ന ഒരു ദിവസമുണ്ട്. ഡിസംബർ 31 കൊച്ചി നിൽക്കാതെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗായ്സ്.